നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ സ്വന്തം റിസ്കിൽ വളർന്നുണ്ടായിട്ട് ഒരുപാട് കായകൾ തരുന്ന ഒരു മരമാണല്ലേ നമ്മുടെ ഓമമരം, പപ്പായ. നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ പപ്പായ. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഇത് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല മടിയാണ് അല്ലേ. എൻ്റെ മക്കൾ കഴിക്കില്ല കേട്ടോ, ഉപ്പേരി വെച്ചാൽ അവർക്കത് ഇഷ്ടമല്ല, അപ്പോൾ അവരത് കഴിക്കാറില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്കത് കഴിപ്പിക്കണ്ടേ, അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്കും വേണമല്ലോ. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ പപ്പായയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനു വേണ്ടി ഒരു പച്ച പപ്പായ പെട്ടെന്ന് പൊട്ടിച്ച് പോരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആദ്യം പപ്പായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം തൊലി നന്നായി കളയണം. തൊലിയുടെ ഒരു അംശം പോലും അതിൻ്റെ മേലുണ്ടാവാൻ പാടില്ല, കാരണം ചെറുതായിട്ട് കയ്പ്പ് വരും. തൊലി നന്നായി കളഞ്ഞ് അത് അരിഞ്ഞെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരിയുമല്ലോ, അതേ കണക്കിന് നമ്മളെ പപ്പായയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പപ്പായയും അതേപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഒരുപാട് തിക്കായിട്ടും തിന്നായിട്ടും അരിഞ്ഞെടുക്കരുത് കേട്ടോ, ഒരു നോർമൽ ലെവലിൽ അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു കണക്കിന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, ഓവറായിട്ട് വെന്ത് പോകരുത്. ഒരു ജസ്റ്റ് ഒന്ന് തിളക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് നേരിട്ട് തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ, അത് വേവ് കൂടി ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഈ പപ്പായ മാറ്റണം. ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കരുത്, അപ്പോൾ ഒന്നുകൂടി വേവ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്നത് വരെ ആ തണുത്ത വെള്ളത്തിൽ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇതാണ് കണ്ട, ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇതിലും കൂടുതൽ വെന്ത് പോകാൻ പാടില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. തണുത്ത വെള്ളത്തിൽ കിടന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെള്ളം തോരാൻ വേണ്ടി വെക്കണം. വെള്ളം നന്നായി തോർന്ന് പോയിക്കോട്ടെ കേട്ടോ, കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചോ. അല്ലാന്നുണ്ടെങ്കിൽ മസാല ചേർക്കുന്ന സമയത്ത് ഇത് പായസം പോലെ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയാണ് ചേർക്കേണ്ടത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മസാലപ്പൊടി ഇത് ചേർത്തിട്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഇളക്കിയെടുക്കാനിട്ടാ. ആദ്യം സ്പൂണായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് ഗുസ്തി പിടിച്ച് ഇളക്കൊന്നും വേണ്ട, അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മസാല ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി ഈ പപ്പായയിൽ വെള്ളം ഉണ്ടായിരിക്കും, ആ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കുറേശ്ശെ ചേർത്ത് ഇളക്കി ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല പഴുത്ത പപ്പായ നമ്മുടെ ഫേസിന് നല്ലതാണ് കേട്ടോ. പഴുത്ത പപ്പായ അരച്ച് നമ്മുടെ ഫേസിൽ പാക്കാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും നമ്മുടെ ഫേസൊക്കെ. ഇനി ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളെ പപ്പായനെ എടുത്തിട്ട് ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തണ്ട് കോരിക്കോളിട്ടാ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്താൽ മതി, കൂടുതൽ ഡാർക്ക് ബ്രൗൺ ആക്കണ്ട, അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അങ്ങനെ ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ പപ്പായ ഫ്രൈ ഒരു ബൗളിലേക്കൊക്കെ മാറ്റിയിട്ട് നല്ല ചൂടോടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കി ആദ്യം, എന്നിട്ട് കുട്ടികൾക്കും കൊടുത്താളി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടാ, കുട്ടികളത് കാലിയാക്കിയിട്ടുണ്ടാവും.